1 മുതൽ 10 വരെ ഒന്ന് ഉറക്കം ചെല്ലുമോ? ഏതായാലും ചൂടുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ കൂടുമ്പോൾ കുറച്ചത് അങ്ങനെ അറിയാതെ പോകും. ഒന്ന് ഉറക്കെ സെലോടാ. 1 ഒന്നിച്ചുറക്കെ. റെഡി? 1 3 4. നിങ്ങൾ ബ്രില്യൻ്റ് ആണോ നോക്കാനാണ്. ഗുഡ്, എക്സലന്റ്. ഇനി 10 മുതൽ 1 വരെ. അമേസിങ്, യു ആർ ഓൾ ബ്രില്യൻ്റ്. ഇനി A മുതൽ Z വരെ. ABCD. ഓരോരുത്തർക്ക് ചിരി വരുന്നു, നാണം വരുന്നു. ഇത്ര സിമ്പിളായ ചോദ്യമൊക്കെ ചോദിക്കാൻ പാടുന്നതാണ്. എക്സലന്റ്. ഇത് 3 നിങ്ങൾക്കറിയാം. ഇനി Z മുതൽ A വരെ. നിങ്ങൾ നേരത്തെ ആവേശമില്ലാത്തത്? 1 മുതൽ 10 വരെ ചൊല്ലാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചോദ്യമാണ് ഇതൊക്കെ? ഞങ്ങളോട് പോലത്തെ ഇത്രയും ബ്രില്യൻ്റ് ആയ കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി ചോദ്യമാണോ? 10 മുതൽ 1 വരെ നിങ്ങൾ യു ആർ ഹെസിറ്റേറ്റിംഗ് ടു റിപ്പീറ്റ്. നിങ്ങൾ A മുതൽ Z വരെ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഭയങ്കര ഒരു ചൈൽഡിഷ് ആയ ഫീലിംഗിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി. Z മുതൽ A വരെ പറഞ്ഞപ്പോൾ തുടങ്ങി, പക്ഷെ പിന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് മുന്നോട്ട് പോകണില്ല, ശബ്ദം പുറത്തു വരുന്നില്ല, ബാക്കി ചൊല്ലാൻ പറ്റണില്ല. എന്താ കാരണം? 1 മുതൽ 10 വരെ നമ്മൾ പഠിപ്പിച്ചതാണ്, പഠിച്ചതല്ല. 10 മുതൽ 1 വരെ നമ്മളെ പഠിപ്പിച്ചതാണ്, പഠിച്ചതല്ല. A മുതൽ Z വരെ നമ്മളെ പഠിപ്പിച്ചതാണ്, പഠിച്ചതല്ല. നമ്മൾ സ്വയം തീരുമാനിച്ചൊന്നല്ല. കരിക്കുലം നമ്മളെ പഠിപ്പിച്ചതാണ്, ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചതാണ്, സിറ്റുവേഷൻ നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്തതാണ്. യെസ് ഓർ നോ? ഇന്നേ വരെ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് വരെ ആരും വന്നിട്ട് Z മുതൽ A വരെ ചോദിച്ചിട്ടില്ല. യെസ് ഓർ നോ? അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ ചോദ്യം ഇതാണ്, ലേണിംഗ് ബിയോണ്ട് വാട്ട്? നിങ്ങൾക്ക് 1 മുതൽ 10 വരെ പറഞ്ഞു തരാൻ ഈ കാലഘട്ടത്തിന് കഴിയും, സിസ്റ്റത്തിന് കഴിയും, അധ്യാപകർക്ക് കഴിയും, സംവിധാനങ്ങൾക്ക് കഴിയും. They all will be doing it and you will be completely following it. 10 മുതൽ 1 വരെ that will happen. A to Z that also will happen. It is quite common for everyone. My question is this, what is next for you? What is next from you? നിങ്ങളിൽ നിന്ന് എന്താണ് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു ചിന്തയുള്ളത്? നിങ്ങളിൽ നിന്ന് നിങ്ങളുടേതെന്ന് പറയാൻ പറ്റാവുന്ന എന്താണ് അടുത്തൊരു തലത്തിലേക്ക് ഞാൻ വേണമെന്ന് വിചാരിച്ച് പുതുതായി ആഡ് ചെയ്തത്? എൻ്റെതായ എന്താണ് കോൺട്രിബ്യൂഷൻ ഉള്ളത്? എൻ്റെതായ ഒരു അഡീഷൻ എന്താണുള്ളത്? എൻ്റെതായ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ കാണുന്ന ഒരു നെക്സ്റ്റ് ലെവലിലൊരു സ്റ്റെപ്പ് എന്താണ്? അത് ആലോചിക്കുമ്പോഴാണ് എല്ലാവരും A മുതൽ Z വരെ പഠിച്ചു, അതുകൊണ്ട് ഞാനെങ്കിലും ZYXWV UTSRQPO NMLK JH GFED CBA എന്ന് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം എന്ന് തീരുമാനിച്ചാൽ, ഞാൻ എങ്ങനെയാണോ A മുതൽ Z വരെ പഠിച്ചത്, the same strategy I will be utilizing for learning it in the reverse order. That will definitely happen. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും ഇന്ന് പോയിട്ട് A മുതൽ Z വരെയും Z മുതൽ A വരെയും പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. യു ഷുഡ് ഹാവ് ദിസ് തോട്ട് പ്രോസസ്. നിങ്ങളുടേതെന്ന് പറയാൻ പറ്റാവുന്ന എന്ത് വാല്യൂ അഡീഷനാണ് നിങ്ങളുടെ കരിയറിൽ ഉള്ളത്? ആ വാല്യൂ അഡീഷനുള്ള ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സർവൈവ് ചെയ്യും. നേരത്തെയൊക്കെ ഒരു സ്കില്ലുണ്ടെങ്കിൽ, ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ സ്കില്ല് അപ്ലൈ ചെയ്യാനുള്ള ടാലന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ കോമ്പിറ്റന്റ് ആവുക എന്നത് നിങ്ങളുടെ കരിയറിന്റെ എക്സലൻസുമായി ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ വളരാൻ പറ്റുന്ന മാത്രമാണ് നിങ്ങളുടെ എബിലിറ്റി ടു തിങ്ക്, എബിലിറ്റി ടു പെർഫോം, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, എബിലിറ്റി ടു പ്രോഗ്രസ്, എബിലിറ്റി ടു ട്രാൻസ്ഫോം യുവർ സെൽഫ് ടു നെക്സ്റ്റ് ലെവൽ. ഇത് സംഭവിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ കഴിയൂ.